ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം മാഡം പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു. താലിയും ശാപവും മരണവും എല്ലാം ഞാൻ ഏറ്റുവാങ്ങാം. ഇനി എനിക്ക് പോവണ്ടേ? നമ്മളിപ്പോ പോകുന്ന വഴിക്ക് ഈ വേഷത്തിലെ ഗാഥ ഒരുങ്ങി നിൽക്കുകയാണെങ്കിൽ എനിക്ക് പകരം ഗാഥ കളരിക്ക് ചെന്നാ മതിയല്ലോ. തൽക്കാലം അതൊന്നും പ്രാക്ടിക്കൽ അല്ല. വധൂവരന്മാർ ഒന്നിച്ചാണ് അങ്ങോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തൽക്കാലം കളരിക്കിലേക്ക് നീ പോയേ പറ്റൂ. അതെനിക്ക് പറ്റില്ല മാഡം. എന്റെ കടമ ഞാൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് എനിക്ക് എന്ത് നാശം വന്നാലും അതുമായിട്ട് ഞാൻ മാഡത്തിന്റെ മുന്നിലോട്ട് വരില്ല. ഞാൻ മാഡത്തിനെ ബുദ്ധിമുട്ടിക്കില്ല. എന്നെ ഇവിടുന്ന് പറഞ്ഞയച്ചേ പറ്റൂ. അതിനുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. അത് അംഗീകരിക്കാൻ നീ തയ്യാറല്ലെങ്കിൽ വീണ്ടും സങ്കടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഇനി എന്താ ഞാൻ ഏറ്റുവാങ്ങേണ്ടത്? എന്റെ കാര്യങ്ങള് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടന്നില്ലെങ്കിൽ നീയല്ല, നിന്റെ അമ്മയായിരിക്കും അനുഭവിക്കുക. ഞാൻ പറയുന്ന കേക്ക്. ഒന്നും സംഭവിക്കാത്ത പോലെ നീ കളരിക്കിലെത്തുന്നു. ഈ വേഷവും ആഭരണങ്ങളും ഒക്കെ അഴിച്ചുവെച്ച് ഒരു സാധാരണ ഡ്രസ്സിൽ നിൽക്കുമ്പോ അതേ ഡ്രസ്സില് ഗാഥയ്ക്ക് അങ്ങോട്ട് വന്നു കയറാൻ എളുപ്പമാ. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. വേണമെങ്കിൽ എല്ലാം നിനക്ക് ഇവിടെ എറിഞ്ഞുടയ്ക്കാം. അല്ലെങ്കിൽ എല്ലാം മംഗളമാവട്ടെ എന്ന് കരുതുകയും ചെയ്യാം. എന്താ വേണ്ടത്? ഞാൻ അനുസരിച്ചില്ലെങ്കിൽ എന്റെ അമ്മ അനുഭവിക്കും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇതും എനിക്ക് സമ്മതം. സിത്താരെ, അമ്മയും മോളും കൂടെ മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ടാ. ഇറങ്ങാൻ സമയായി. തമ്മിൽ പിരിയാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. സിത്താര വിഷമിക്കണ്ടേ. അധിക ദൂരമൊന്നുമില്ലല്ലോ. കുട്ടികള് അവിടെ ഇവിടെയൊക്കെ ആയിട്ടങ്ങ് നിന്നോട്ടെന്നേ. നമ്മുടെ മക്കളല്ലേ. മമ്മിയുടെ സ്ഥാനത്ത് ഇനി ഈ അമ്മയുണ്ട്. അപ്പോ ഔദ്യോഗികമായിട്ട് വധൂവരന്മാര് കളരിക്കൽ തറവാട്ടിലേക്ക് പുറപ്പെടുകയാണ്. എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചാട്ടെ. എന്താ മാം, യാത്രയാക്കുന്ന സമയമാണ് ഒരമ്മ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആർക്കും ഒരു സംശയം തോന്നരുത്. ഗാഥാ മാഡത്തെ പിരിയുന്ന എല്ലാ ഫീലിങ്സും മാഡത്തിന്റെ പ്രവൃത്തിയിൽ ഉണ്ടാവണം.